ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്ന ജീവിത വിജയം എന്നത് നാം മനസ്സിലാക്കണം. സാധാരണ രീതിയിൽ പറയുന്ന, അതായത് ഇന്നത്തെ ലോകം പറയുന്ന വിജയം അല്ല. കാരണം ഇന്ന് ലോകം പറയുന്ന ജീവിതം നമ്മളൊരു മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്നതും അതിൽ കിട്ടുന്ന വിജയവുമാണ്. ഒരു പരീക്ഷ ഇൻ്റർവ്യൂ എഴുതുന്നതും അതിൽ കിട്ടുന്നതൊക്കെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ വിജയം എന്താണ്? ഈ യഥാർത്ഥ വിജയം എന്താണെന്ന് ശരിക്കും നാം പഠിച്ചിട്ടില്ല. ഇന്നത്തെ വേൾഡ് ക്ലാസ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിപ്പിക്കാത്ത കാര്യമാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും ഹൈലി ഇവോൾവ് ഒരു മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ലോകത്തിലില്ല. വിജയം എന്നത് നാം മനസ്സിലാക്കണം. യഥാർത്ഥ വിജയം എന്നത് ഓരോ നിമിഷവും സംഭവിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും അത് ആസ്വദിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കുക. അപ്പം നമ്മൾ അതിനാണ് വാല്യൂ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം, സംതൃപ്തി, മനസ്സിൻ്റെ ധൈര്യം, ഇത് നമ്മൾ അവഗണിക്കുന്നു. ഇതിനെ നമ്മൾ പാടെ വിട്ടുപോകുന്നു. പരീക്ഷ പാസ്സാകുമ്പോൾ കിട്ടുന്നൊരു മനസ്സന്തോഷം കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുന്നു. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇനിയും പരീക്ഷകൾ കിടക്കുകയാണ്. ഇപ്പോൾ കുറേ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥരായി പിന്നൊരു പരീക്ഷ എഴുതി കിട്ടുന്ന വിജയത്തെയാണോ നിങ്ങൾ വിജയം എന്ന് പറയുന്നത്? അത് ഓരോ നിമിഷവും നമുക്ക് വിജയിച്ചുകൊണ്ട് ജീവിക്കണോ? ഓരോ നിമിഷവും വിജയിക്കുക എന്ന് പറഞ്ഞാൽ നാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരീക്ഷകളും ടെസ്റ്റുകളും ഒക്കെ എഴുതുന്നത്? പണം നേടുന്നതും എല്ലാം മനുഷ്യൻ സന്തോഷമായിട്ട് ജീവിക്കാനാണ്. കല്യാണം കഴിക്കുന്നതിനാണ്, സന്തോഷമായിട്ട് ജീവിക്കാനാണ്. പക്ഷേ നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കൂ. ആളുകൾ നിങ്ങൾ കല്യാണങ്ങളിലൊക്കെ പങ്കെടുത്തതല്ലേ? കല്യാണ പന്തലിൽ ഇങ്ങനെ ഹായ് സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്ന ആൾ പിന്നെ നമ്മൾ ദുഃഖിയായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, സ്വഭാവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൊരുത്തക്കേടുകൾ, ഇഷ്ടക്കേടുകൾ, ഓരോരോ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നു. പിന്നെന്ത് വിജയമാണ്, എന്ത് സന്തോഷമാണ് അവർക്കുണ്ടായത്? ഇതുപോലെ ശമ്പളം കിട്ടുമ്പോൾ ഒരാൾക്ക് സന്തോഷം, കാരണം തൻ്റെ കയ്യിലേക്ക് പണം വന്നു. 2 ദിവസം കഴിഞ്ഞാൽ ആൾ ദുഃഖിയാണ്. കാരണം ആ ശമ്പളം മുഴുവൻ പല രീതിയിൽ ചിലവായി വീണ്ടും ആൾ ദുഃഖിയാണ്. അപ്പം ഇങ്ങനെ നാം ഒരു നിമിഷ നേരത്തേക്ക് ഒതുങ്ങി നിൽക്കുന്ന സുഖങ്ങളിൽ അടിമപ്പെട്ട് ഇതാണ് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വിജയമാവും? ഇന്ന് IAS-കാരും IPS-കാരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ഒരു IAS കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. പക്ഷേ എന്നിട്ടും അവർ പല സമ്മർദ്ദം കാരണം അവർ ആത്മഹത്യ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, കേരളത്തിലെ ഒരു DYSP അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഷനും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചപ്പോൾ അദ്ദേഹം ഒരു ആത്മഹത്യയുടെ വക്കിലാണെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു പത്രക്കാർ. കണ്ണൂർ ഭാഗത്ത് എവിടെയാണ്? ഈ തരത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ച് മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഇടയ്ക്കൊരു സുഖം കിട്ടുന്നതിന് നിങ്ങളെങ്ങനെ വിജയം എന്ന് പറയും? ഇപ്പം കൃഷ്ണൻ ആ നിർവചനം മാറ്റുകയാണ്. കുട്ടികൾ ശ്രദ്ധിക്കണം, യുവാക്കൾ ശ്രദ്ധിക്കണം. വിജയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്തോ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടി, അല്ലെങ്കിൽ എന്തോ ഒരു പരീക്ഷ പാസ്സായി, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു പണം കിട്ടി, ഏതോ നിമിഷങ്ങളിൽ സംഭവിക്കേണ്ടതല്ല. വിജയം എന്നതിന് കൃഷ്ണൻ തരുന്ന നിർവചനം ഓരോ നിമിഷവും നാം ആസ്വദിച്ചും ആനന്ദിച്ചും സന്തോഷിച്ചും ജീവിതം കൊണ്ടു നടക്കുന്നതിന് വിജയം എന്ന് പറയും. അപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ കൂടെ തന്നെ സന്തോഷം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക. ഇവിടെയാണ് നമുക്ക് പ്രശ്നം. കാരണം സന്തോഷം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥയും ജീവിതം എന്ന് പറയുന്നത് പ്രവൃത്തികളുമാണല്ലോ, കർമ്മമേഖലകളാണല്ലോ, ജോലി, പഠനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ. പ്രാരബ്ധം എന്നൊക്കെ പറയും ചിലർ. ഈ വ്യാവഹാരികതയും നമുക്ക് വേണ്ടുന്ന സന്തോഷവും തമ്മിൽ എങ്ങനെ ചേർത്താൻ പറ്റും? ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞു,
ഒരു കോൺഷ്യസ് മൈൻഡാണ് ആക്റ്റീവായിട്ടുള്ള മൈൻഡ്, നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്. ആ കർമ്മമേഖലയിൽ വ്യാപരിക്കുന്ന കോൺഷ്യസ് മൈൻഡിൻ്റെ കൂടെ സന്തോഷം വേണ്ടതായ ഉപബോധ മനസ്സിനെ എങ്ങനെ കൂട്ടിച്ചേർക്കാം. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് പ്രോബ്ലം മോഡേൺ മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ ഈ കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു പഠനങ്ങൾ എവിടെയും നടത്തുന്നില്ല. അവർ പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആവണം, നിങ്ങൾ വളരെയധികം അഡ്ജസ്റ്റ്മെൻറ്റ്, അതുകൊണ്ടാണോ കസ്റ്റമർ ഈസ് റൈറ്റ്, കസ്റ്റമറോട് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം, കസ്റ്റമറോട് പ്രോപ്പർലി ബിഹേവ് ചെയ്യണം. അപ്പോൾ ഒരു കസ്റ്റമർക്ക് വേണ്ടി നിങ്ങൾ കുറേ സാക്രിഫൈസ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ, ഇങ്ങനെ കുറേ പോസിറ്റീവ് വാല്യൂസ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇൻകൾക്കേറ്റ് ചെയ്താലും ഒരാളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ചെയ്യണമെന്നില്ലല്ലോ, അഭിനയിച്ച് ചെയ്യാലോ. ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ചിരിച്ച് കാണിച്ച് അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ റിയാലിറ്റി, ആർ യു ശരിക്കും മെൻ്റലി ഇൻവോൾവ് ആണോ? ഇതാണ് കൃഷ്ണൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും മാനസികമായി സന്തോഷിച്ചൊരു കാര്യം ചെയ്യണമെങ്കിൽ മനസ്സിനെ ചെയ്യുന്ന കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിക്കണം. പക്ഷെ മനസ്സിനെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നൊക്കെ പറയാൻ വളരെ വലിയ സെൻറ്റൻസുകളോ അല്ലെങ്കിൽ വളരെ നമുക്ക് അപ്പീലബിൾ ആയിട്ടുള്ള വാക്കുകളാണെങ്കിലും, ഇഷ്ടമില്ലാത്ത ഞാൻ എങ്ങനെ പഠിക്കും, ഇഷ്ടമില്ലാത്തവരോട് എനിക്കെങ്ങനെ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇഷ്ടമില്ലാത്തൊരു എൻവയറമെൻറ്റിൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും, ഇഷ്ടമില്ലാത്തൊരു പണി ഞാൻ എങ്ങനെ എടുക്കും. അപ്പോൾ ഈ ഇഷ്ടക്കേടുകൾ എന്നെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ, അർജുനൻ യുദ്ധക്കളത്തിൽ അങ്ങനെയല്ലേ നിൽക്കുന്ന, അർജുനന് യുദ്ധം ചെയ്യാൻ ഇഷ്ടമില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെ ആസ്വദിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യും? ഒരാളോട് എനിക്ക് ഇടപഴകാൻ ഇഷ്ടമില്ലെങ്കിൽ അയാളോട് ഞാൻ ഇടപഴകുന്ന എങ്ങനെ എനിക്ക് ആസ്വദിക്കാൻ പറ്റും? എനിക്കൊരു വിഷയം പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ എങ്ങനെ അത് ആസ്വദിച്ച് പഠിക്കും? ഈ ഒരു സമസ്യയാണ് കൃഷ്ണൻ പരിഹരിച്ചു തരുന്നത്. അതുകൊണ്ട് യുവാക്കളും കുട്ടികളും മുതിർന്നവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല മുഖ്യം, എങ്ങനെ ജീവിച്ചു, ഹൗ യു ലീവ്ഡ്. നിങ്ങൾ എൻജോയ് ചെയ്തുവോ? ആസ്വദിച്ചോ ജീവിതം? സന്തോഷമായിട്ട് ജീവിച്ചുവോ? എങ്ങനെയുണ്ട് ജീവിതം? ഹൗ ഈസ് യുവർ ലൈഫ്? എല്ലാവരും അതല്ലേ ചോദിക്കുക കാണുമ്പം, എന്തൊക്കെയാണ് വിശേഷം, എങ്ങനെ പോണു കാര്യങ്ങൾ? ഞാൻ ആസ്വദിച്ച് ജീവിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഐ എം എൻജോയിങ് മൈ ലൈഫ്. നമ്മൾ ഭാഷകളിൽ അടിപൊളി എന്നൊക്കെ പറയും, അടിച്ചു പൊളിക്കുന്നു, ഹായ് അവിടെ ഇവിടെ എക്സ്കർഷനൊക്കെ പോകുമ്പോൾ കുട്ടികളൊരു അടിച്ച് പൊളിക്കാം നമുക്കെന്ന്. പക്ഷേ യു നെവർ റിയലൈസ് ദാറ്റ് യു ആർ ക്യാരിയിങ് എ മൈൻഡ്. ആ മൈൻഡ് നിങ്ങളെ ആസ്വദിക്കാൻ വിചാരിച്ചാൽ പോലും അസ്വസ്ഥപ്പെടുത്താൻ സാധിക്കും. ആസ്വദിച്ചു പോവാമെന്നൊക്കെ പറഞ്ഞ് എക്സ്കർഷന് പോകുന്ന കുട്ടികൾ അവിടെ എത്തുമ്പോഴേക്കും എന്തെങ്കിലും കൂട്ടുകാരായിട്ട് പണക്കായി മിണ്ടാതെ റൂമിലിരിക്കുന്നവരില്ലേ? കാരണം ആസ്വദിക്കാൻ പോയവർ മുഴുവൻ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിക്കഴിഞ്ഞാൽ, മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു എൻജോയ്? നിങ്ങൾ ഊട്ടിയിലോ കൊടൈക്കനാലോ ഗോവയിലോ കുലു മനാലിയിൽ എവിടെ പോയാലും എത്രയോ പേര് കല്യാണം കഴിച്ചിട്ട് ഹണിമൂണിന് പോകുന്നു. അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി, മൊബൈൽ അഡിക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി. നിങ്ങളെന്ത് ആസ്വദിക്കുന്നു? ഇപ്പം നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു മൈൻഡ്, ഒരു സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്, അതിനെ നാം പ്രോപ്പറായി ട്യൂൺ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കോൺഷ്യസ് മൈൻഡുമായി ട്യൂൺ ചെയ്യാൻ, ഉപബോധ മനസ്സിനെ ബോധമനസ്സുമായി, ബോധബുദ്ധിയുമായി, എന്ത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കാം, നമ്മുടെ പ്രവൃത്തിയുമായി ട്യൂൺ ചെയ്യാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതം ആസ്വദിക്കാം ഓരോ നിമിഷവും. ഇപ്പം ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു ഡെഫിനിഷൻ, എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ, അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ആസ്വദിച്ച് ജീവിക്കാനാണ് ജീവിക്കുന്നത്. ദ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു എൻജോയ് എവറി മൊമെൻറ്റ്. എൻജോയ് ചെയ്യണം. അപ്പോൾ ആ എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്കതിന് പറ്റുന്നൊരു മൈൻഡ് സിസ്റ്റം വേണം. കാരണം ഒരു വശത്ത് നമുക്കിഷ്ടപ്പെടാത്ത കുറേ മേഖലകളിലൂടെ, സ്വഭാവങ്ങളുള്ള ആളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ അപ്രകാരം ട്യൂൺ ചെയ്യാനുള്ള ഒരു സ്കിൽ നമുക്ക് വേണം. സമ്മതിക്കുകയോ ഇല്ലയോ?
ഇതാണ് ആത്മീയത, ഇതാണ് റിയൽ സ്പിരിച്വാലിറ്റി. നിങ്ങൾ വിചാരിക്കരുത് ആത്മീയത എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് അങ്ങനെ ഇരുന്ന് ലോകവുമായി യാതൊരു ബന്ധവുമില്ല. അതൊക്കെ ഒരു മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാനാണ് കണ്ണടച്ചിരിക്കുന്നതും ജപിക്കുന്നതും ഭജിക്കുന്നതും ഒക്കെ. അതാണ് കൃഷ്ണൻ ഭഗവത് ഗീതയിലും പറഞ്ഞത്. ഏത് സാധനകൾ അനുഷ്ഠിക്കുന്നതും നിങ്ങൾക്ക് കാണാം ഇനി മുന്നോട്ട് പോകുമ്പോൾ. യോഗിന കർമ്മ കുർവന്തി സംഘം തെക്തു ആത്മശുദ്ധയെ എന്ന് ഗീതയിൽ കാണാം. ഭാഗവതത്തിൽ വരുമ്പോൾ കൃഷ്ണൻ പറയും 11-ാം സ്കന്ധത്തിൽ 23-ാം അധ്യായത്തിൽ 46-ാം ശ്ലോകം അനവധി തവണ പറഞ്ഞതാണെങ്കിൽ ആവർത്തിക്കുകയാണ്. ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സൽവ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണന്താം പരോഹി യോഗോ മനസസമാധി. എന്തു നിങ്ങൾ സത്കർമ്മങ്ങളും പ്രവൃത്തികളും ചെയ്യുമ്പോൾ, നിങ്ങൾ സാധനകൾ അനുഷ്ഠിക്കുന്നതൊക്കെ ഈ മനസ്സിൻ്റെ ട്യൂണിങ് ശരിയാക്കാനാണ്. അപ്പം മനസ്സിൻ്റെ ട്യൂണിങ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഈ മനസ്സിനെ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ ആദ്യം നമ്മൾ ഈ മനസ്സിനെ ഒരു 2 കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, മനസ്സിൻ്റെ ട്യൂണിങ് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമാണ് ആലസ്യം. അപ്പം അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കൃത്യനിഷ്ഠ എന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാത്തിടത്തോളം കാലം നിങ്ങൾ ശീലിക്കണം. നിങ്ങൾക്ക് കാണാം, എല്ലാവരും പറയും മൈൻഡിന് പവർ വേണം. പക്ഷേ ഈ മൈൻഡിൻ്റെ പവർ ഇരിക്കുന്നത്, ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് എ പവർഫുൾ മൈൻഡ്, കാരണം ജീവിതം എൻജോയ് ചെയ്യണമെങ്കിൽ ദുർബല മനസ്സുകൾക്ക് സാധ്യമല്ല. നായമാത്മാ ബലഹീനേന ന ലഭ്യഃ. ഈ ആത്മസുഖം ഒരിക്കലും ദുർബല മനസ്സുകൾക്ക് സാധ്യമല്ല. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്ന് കൃഷ്ണൻ ആദ്യമേ അതോടെ പറഞ്ഞു. തെക്ത ഉത്തിഷ്ഠ പരന്തവ. ഈ ഹൃദയ ദൗർബല്യം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ദൗർബല്യത്തെ നാം ത്യജിക്കാത്തടത്തോളം കാലം നമുക്കൊരിക്കലും ആത്മസുഖം, ആത്മസന്തോഷം, സംതൃപ്തി, കൃതാർത്ഥത, ധന്യത ഇത് അനുഭവിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ കാണേണ്ട ആലസ്യമേവ മുഖ്യ ശത്രു. ആൻഡ് ആലസ്യം നമുക്ക് എങ്ങനെ എടുത്ത് കളയാൻ പറ്റും? കൃത്യനിഷ്ഠ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം. ജീവിതം ഡെയിലി നമ്മളൊരു കൃത്യസമയത്ത് എണീറ്റ്, അങ്ങനെ രാവിലെ 6 മണിക്ക് 5 മണിക്ക് മുമ്പ് എണീക്കും എന്ന്. 6 മണി ഞാൻ പറയാൻ കാരണം തുടക്കക്കാർക്ക് ഒരു പക്ഷേ അതേ പറ്റുള്ളൂ. അല്ലാത്തവർ കുറച്ചുകൂടി നേരത്തെ എണീക്കുക. എന്നിട്ട് കുറച്ച് നേരം പ്രാണായാമം, പ്രത്യാഹാരം. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ പോലെ രാവിലെ തന്നെ ഒരു 10-20 പ്രാവശ്യമൊക്കെ ശ്വാസം നല്ലവണ്ണം എടുത്ത് പതുക്കെ റിലാക്സ് ചെയ്ത്, അതുപോലെ തന്നെ ഓം എന്ന പ്രണവോപാസന, ജപം ഇത്യാദി കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. നാം പല ജോലിയും മനസ്സിന് കൊടുത്തിട്ട്, മനസ്സിന് ഇഷ്ടമല്ല പല ജോലിയും ചെയ്യുന്നത്. മനസ്സ് വരെ എനിക്ക് മടുക്കുന്നു, എനിക്ക് വിരസത, ബോർഡ്, പറ്റില്ല. പക്ഷേ നമ്മൾ ആസ്വദിപ്പിക്കാൻ പഠിപ്പിക്കുക. ലെറ്റ് ദിസ് മൈൻഡ് എൻജോയ് ചെയ്യട്ടെ. മൈൻഡ് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സതിൽ കംപ്ലീറ്റ്ലി അങ്ങോട്ട് റിലാക്സ്ഡ് ആവട്ടെ. അപ്പം നിങ്ങൾ ഈ നാമം ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ അങ്ങനെ റിലാക്സ് ചെയ്ത് അങ്ങനെ മനസ്സിൽ അങ്ങനെ നാമം ചൊല്ലി അതിലങ്ങനെ മുഴുകാനുള്ളൊരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ക്രമേണ മൈൻഡ് പവർ കൂടും, മനസ്സിൻ്റെ ശക്തി കൂടും. ഈ മനസ്സിൻ്റെ ശക്തി ഉള്ള ആളുകൾക്കുണ്ടല്ലോ ജീവിതം കുറേ കൂടി ആസ്വാദകമാണ്. മനസ്സിൻ്റെ ശക്തി കുറയും തോറും മനസ്സിൻ്റെ റിയാക്ഷൻ കൂടും. മനസ്സിൻ്റെ റിയാക്ഷൻ കൂടുന്തോറും മനസ്സിൽ നിന്ന് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ഈ മനസ്സെന്ന് പറയുന്നതിനെ ഇഗ്നോർ ചെയ്യരുത്. ഇന്നത്തെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളതാണ്, മനസ്സ് റിലാക്സ്ഡ് അല്ലേ, മനസ്സ് ടെൻസ്ഡ് ആണ്. ഒരു റിലാക്സേഷൻ ഇല്ലേ, ടെൻസ്ഡ് ആണ്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് റിലാക്സേഷൻ്റെ നെഗറ്റീവ് സൈഡ്. ഇഫ് ദ മൈൻഡ് ഈസ് നോട്ട് റിലാക്സ്, ഇറ്റ് ഈസ് ടെൻസ്ഡ്, ഇറ്റ് ഈസ് റെസ്റ്റ്ലെസ്. ആ റെസ്റ്റ്ലെസ് മൈൻഡ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കൂടുതൽ, കാരണം നെഗറ്റീവ് തോട്ട്സിൽ നിന്നും ശരീരം ഉൽപ്പാദിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ ശരീരത്തിൽ പലതും കെട്ടിക്കിടക്കും. നിങ്ങൾ രോഗികളാണ്. അതുകൊണ്ടാണ് വ്യാധി ഉണ്ടാവുന്നതിന് കാരണം ആദിയാണെന്ന് പറയുന്നത്. അപ്പം ആദിയെ എടുത്ത് മാറ്റാതെ നിങ്ങൾക്ക് എങ്ങനെ വ്യാധി എടുത്ത് മാറ്റാൻ പറ്റും? സോ ഫസ്റ്റ് യു കം ടു യുവർ മൈൻഡ്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അത് നമ്മൾ കെയർ ചെയ്യുന്നില്ല. എൻ്റെ മൈൻഡ് ഓക്കെ ആണെന്നുള്ള രീതിയിൽ ജീവിക്കുകയാണ്. യുവർ മൈൻഡ്
ഈസ് ദ കോസ് ഫോർ യുവർ ഡിസീസ്. ഇപ്പം മനസ്സാണ് മനയേവ കാരണം മനുഷ്യാണാം എന്നൊക്കെ ഉപനിഷത്തിൽ പറയാൻ കാരണം ഈ മനസ്സിനെയാണ് നമുക്ക് ശരിയാക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായിക്കോളൂ, മനസ്സ് റിലാക്സ്ഡ് അല്ലേ, നാളെ ശാരീരികമായി പോലും നിങ്ങൾ രോഗികളാണ്, മാനസികരായിട്ട് അസ്വസ്ഥരുമാണ്. പിന്നെന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, പിന്നെന്ത് സന്തോഷമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് സുഖം, സന്തോഷം, സംതൃപ്തി, കൃതാർത്ഥത, ധന്യത എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളുണ്ടല്ലോ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കൃത്യനിഷ്ഠ, രണ്ടാമത്തത് അനുഷ്ഠാനം. ഇത് രണ്ടും മറക്കരുത്. അനുഷ്ഠാനം എന്താണ്? പ്രാണായാമം, പ്രണവോപാസന, ജപം. അതൊക്കെ ആസ്വദിച്ച് മനസ്സിനെ അതിലേക്ക് കൊണ്ടുവന്ന് നാം പരിശീലിപ്പിച്ചെടുക്കുമ്പോഴാണ് ക്രമേണ നമ്മുടെ മനസ്സ് എന്ത് നാം ചെയ്യുന്നോ അതിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങുക. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രോസസ്സ്. ഇറ്റ് ഈസ് നോട്ട് എൻ ഓവർ നൈറ്റ് ട്രാൻസ്ഫോർമേഷൻ അല്ല. അതിന് കുറച്ചു കാലം നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത് ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, അഭ്യാസേന കൗന്ദേയ എന്നൊക്കെ കൃഷ്ണൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്ത് മൈൻഡിനെ നമ്മളൊരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ പറയുന്ന നാം ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മനസ്സ് സ്വസ്ഥ മനസ്സായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 2 തിയറിയാണ് നിങ്ങൾ തലയിൽ പഠിക്കേണ്ടത്. ആ തിയറിയാണ് കൃഷ്ണൻ നമുക്ക് 18ാമത്തെ ശ്ലോകത്തിൽ കാണിച്ചു തരുന്നത്. അപ്പം 4:18 ഒന്നുകൂടി നമുക്ക് ചൊല്ലാം. കർമ്മണ്യകർമ്മയ പശ്യേ അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ശ്ലോകം, എങ്കിലും നമ്മളൊന്നുകൂടിയും ഈ ശ്ലോകത്തെ മനസ്സിലാക്കണം. കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണി കർമ്മയ. ഇതാരാണോ മനസ്സിലാക്കുന്നത്? ബുദ്ധിമാൻ മനുഷ്യേഷു, എല്ലാ മനുഷ്യരിലും വെച്ച് അവർ ബുദ്ധിമാനാണ്. സകൃഷ്ണ കർമ്മകൃത്, അവർ കർമ്മത്തെ സമഗ്രമായി മനസ്സിലാക്കിയവരാണ്. ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഞാനിങ്ങനെ ആവർത്തിക്കുന്നത് എന്തിനാണ്. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. 2 തിയറികൾ നിങ്ങളുടെ തലയിൽ ഉറപ്പിക്കാൻ. ഒന്ന്, വൈൽ വർക്കിംഗ് കീപ്പ് എ റിലാക്സ്ഡ് മൈൻഡ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും മനസ്സിലാക്കുക, ഇഫ് ഐ വാണ്ട് ടു എൻജോയ് മൈ ലൈഫ്, ഒരു റിലാക്സ്ഡ് മൈൻഡ് വേണം. അപ്പോൾ ആ മൈൻഡ് റിലാക്സ് ചെയ്യണമെങ്കിൽ അതിന് ഞാൻ നേരത്തെ തന്നെ കൃത്യനിഷ്ഠ, പ്രാണായാമം, പ്രണവം, ജപം, ധ്യാനം, ഇതൊക്കെ 10 മിനിറ്റൊക്കെ ഒന്ന് പരിശീലിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ മൈൻഡ് ക്രമേണ റിലാക്സ് ചെയ്യും തോറും, സബ് കോൺഷ്യസ് മൈൻഡ് റിലാക്സ് ചെയ്യും തോറും കോൺഷ്യസ് മൈൻഡിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യും തോറും ആക്ടിവിറ്റി പെർഫെക്റ്റായി, നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് പെർഫെക്റ്റ് ആവും. അപ്പം നിങ്ങളുടെ മൈൻഡ് വളരെ റെസ്റ്റ്ലെസ് ആണോ എന്ന് നോക്കണം. അതെങ്ങനെയാണ് അറിയാം? മൈൻഡ് റെസ്റ്റ്ലെസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യില്ല, അപ്പോഴേക്കും മൊബൈലിലേക്ക് പോകണം, അപ്പോഴേക്കും അവരെ വിളിക്കണം, അപ്പോഴേക്കും ഇവരെ വിളിക്കണം. മൈൻഡ് വളരെ റെസ്റ്റ്ലെസ് ആണെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് വളരെ കുറവായിരിക്കും. ക്വാളിറ്റി ഓഫ് വർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യില്ല. അപ്പം മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ ഇൻവോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ അഡിക്ഷൻസ് ക്രമേണ കുറയ്ക്കാൻ പറ്റിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും, നാളെ ഈ മൊബൈലോ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് വളരെ സ്വസ്ഥമായിട്ട് എൻ്റെ ജീവിതം കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. അതെ, നമ്മളൊക്കെ നാളെ പ്രായമാവുന്നവരാണ്. ഇപ്പോൾ ഒരു 10, 75, 80 വയസ്സായി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ആ 80ാമത്തെ വയസ്സിൽ നമുക്ക് ശാന്തമായൊരു മനസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അങ്ങനെ ഇരുന്ന് എൻ്റെ മനസ്സിനെ ഞാൻ ജപത്തിലങ്ങനെ ലയിപ്പിച്ചതങ്ങനെ ആസ്വദിക്കുന്നുവെങ്കിൽ ഈ 80 വയസ്സ് വരെ ഞാൻ പോയ വഴി കറക്റ്റാണ്. എന്നാലൊരു 19ാമത്തെ വയസ്സിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കുന്നു, ഐ ആം സോ ഫ്രസ്ട്രേറ്റഡ്, ഐ ആം സോ ആങ്ക്രി, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരാലും വെറുക്കപ്പെടും. അവസാനം നല്ലൊരു ശതമാനം ആളുകൾ മരിക്കുന്നത് മറ്റുള്ളവർ പ്രാർത്ഥിക്കണം, ഓ ഇയാളൊന്ന് പോയി കിട്ടിയാൽ മതിയെന്നോ, ഇയാളൊന്ന് എങ്ങനെ മരിച്ചാൽ മതിയെന്നോ. കാരണം നമ്മളുടെ ബിഹേവിയർ മറ്റുള്ളവർക്ക് പോലും അസഖ്യതയാവും, അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മൈൻഡിനെ നിങ്ങളങ്ങനെ ഈസി ആയിട്ട് എടുക്കരുത്, എല്ലാം തികഞ്ഞവരാണെന്ന് വിചാരിക്കരുത്. ഈ മനസ്സാണ് അപകടകാരി, അത് നമ്മൾ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല, അത് വളരെ റെസ്റ്റ്ലെസ് ആണ്. അപ്പം നമ്മളതിനെ പരിശീലിപ്പിക്കണം. അതുകൊണ്ട് രാവിലെയും രാത്രി കിടക്കാൻ നേരത്തൊക്കെ ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് നിവർന്നിരുന്ന് പ്രാണായാമം പരിശീലിക്കൂ,
പ്രണവോപാസന പരിശീലിക്കൂ, ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ച് പരിശീലിക്കൂ, കുറച്ചു നേരം ധ്യാനിച്ച് മനസ്സിനെയും ശരീരത്തെയും അങ്ങനെ പൂർണ്ണ വിശ്രമത്തിലേക്ക് എത്തിച്ച് ഇതിനെല്ലാം പിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന അനന്തമായ ബോധം, ആ ശക്തിയാണ് എല്ലാ മനസ്സുകളെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ആ പ്രകാശം അങ്ങനെ നമ്മളിൽ അങ്ങനെ വ്യാപിച്ച് സർവ്വലോകങ്ങളിലേക്കും വ്യാപിച്ച് ഒരു അത്യുജ്വലമായ ബോധപ്രകാശത്തിൻ്റെ ഭാഗമാണ് ഞാൻ, ആ അത്യുജ്വലമായ ബോധപ്രകാശം തന്നെയാണ് എല്ലാം, ഞാൻ അവസാനം ആ പ്രകാശത്തിലേക്കാണ് അലിഞ്ഞു ചേരുന്നത് എന്നെല്ലാം വളരെ വ്യക്തമായ ബോധ്യത്തോടുകൂടി മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്താൽ ഈ മൈൻഡ് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും അത് അതിൻ്റെ കർമ്മമേഖലകളിൽ വ്യാപരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന കാര്യം കർമ്മണി അകർമ്മയ പശ്യേൽ അകർമ്മണി കർമ്മ. സാധാരണ നമ്മളൊക്കെ ബസ്സിലും കാറിലും പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ശ്ലോകം നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയണം. കാർ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, പക്ഷേ കാറിലിരിക്കുന്നവരോ സ്വസ്ഥമായിട്ട്, ഡ്രൈവർ ഒരു പക്ഷേ ആക്റ്റീവാണ്, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ റിലാക്സ് ചെയ്ത് അങ്ങനെ ചിലർ കിടക്കും, ചിലങ്ങനെ വർത്തമാനം പറഞ്ഞു. ഇപ്പോൾ കാർ ആക്റ്റീവാണ്, കർമ്മണി, അവിടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉള്ളിലിരിക്കുന്നവർ അകർമ്മണി, സ്വസ്ഥവും ശാന്തവുമാണ്. ഇനി രണ്ടാമത്തത്, കാർ എവിടെയെങ്കിലും നിന്നു, കാർ അകർമ്മമായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ കർമ്മത്തിലാണ്, അതിൽ ഇറങ്ങുക തുടങ്ങിയിട്ടുള്ള പ്രക്രിയയിലാണ്. അപ്പോൾ ഒരു വശത്ത് ശരീരം കർമ്മം ചെയ്യുമ്പോൾ വേറൊരു വശത്ത് മനസ്സ് അകർമ്മണി, അത് ആസ്വദിക്കണം, അതിൽ സ്വസ്ഥമായി അലിഞ്ഞു ചേരണം, അതിൽ മുഴുകണം. എന്നാൽ എവിടെ ശരീരം സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ടോ അവിടെ മനസ്സിനെ നമ്മൾ ജപിച്ചും പ്രാണായാമം ചെയ്യിച്ചും അതിനെ ആക്റ്റീവാക്കണം. ഇങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്താൽ ബുദ്ധിമാൻ മനുഷ്യേഷു, അവർ ബുദ്ധിമാന്മാരാണ്. കാരണം കർമ്മത്തിൻ്റെ രഹസ്യം പിടികിട്ടിയവരാണ്, ജീവിതത്തെ മനസ്സിലാക്കിയവരാണോ. കാരണം അവരെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്ന ഓരോ നിമിഷവും സന്തോഷമാണ്, സുഖമാണ്, അനന്തമാണ്. കാരണം അവർ സുഖത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, അവർ സുഖം അനുഭവിച്ച് ജീവിക്കുകയാണ്. സുഖം എന്നത് നമ്മൾ വിചാരിക്കുന്നത് കിട്ടുമ്പോൾ വികാരങ്ങളിൽ കിട്ടുന്നൊരു സന്തോഷമല്ല, നേരെ മറിച്ച് മനസ്സ് കെട്ടടങ്ങി ഒരു കാര്യത്തിൽ മുഴുകുമ്പോൾ കിട്ടുന്നൊരു സുഖം. ഏത് വേണം നിങ്ങൾക്ക്? വിചാരിച്ചത് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു താൽക്കാലിക സുഖം വേണോ, അതോ നിങ്ങളുടെ കർമ്മ മേഖലകളിൽ മുഴുകിക്കൊണ്ടത് ആസ്വദിച്ചുകൊണ്ടുള്ള സുഖം വേണോ? അങ്ങനെ മുഴുകിക്കൊണ്ടുള്ള സുഖമാണ് വേണ്ടതെങ്കിൽ അതിന് മനസ്സിന് വലിയൊരു പരിശീലനം ആവശ്യമാണ്. മനസ്സിന് പരിശീലനം ഇല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാൻ പറ്റില്ല. നോക്കൂ, നമ്മൾ കൊച്ചു കുട്ടികളെ പോലും അമ്മമാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മൂളി ഉറക്കുന്നത്, ആ കുട്ടിയുടെ മനസ്സിനെ അതിലേക്ക് കൊണ്ടുവരാൻ ഒരു താളം ആവശ്യമുണ്ട്. ഇതുപോലെ നമ്മുടെ കർമ്മ മേഖലകളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ അതിനൊരു താളക്രമം ചിട്ടപ്പെടുത്തുന്ന സാധന ആവശ്യമുണ്ട്. ആ സാധനാനുഷ്ഠാനങ്ങളാണ് കൃഷ്ണൻ വളരെ വ്യക്തമായി, ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് ജീവിതം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, നാളത്തേക്ക് വേണ്ടി സുഖം അനുഭവിക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. ഇന്ന് ആസ്വദിച്ചോ അതേ മനസ്സ് നാളെയും കൂടെ ഉണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലേ, നാളെയും അതേ ആസ്വദിക്കാൻ പറ്റാത്ത മനസ്സ് എല്ലാ സുഖങ്ങളുടെയും നടുവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖം കിട്ടിയാൽ പോലും മൈൻഡ് വിൽ തിങ്ക് അബൌട്ട് സം കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. കാരണം പ്രോബ്ലംസ് ചിന്തിക്കുന്ന മനസ്സിന് സുഖത്തിലും അത് പ്രോബ്ലം കാണും. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ സദ്യക്കൊക്കെ കൊടുക്കുക വിളമ്പുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ അവർ ചില വാശിയുള്ളവരാണെങ്കിൽ എല്ലാം വിളമ്പിയാലും അടുത്തിരിക്കുന്ന ആളുടെ പപ്പടം വലിയ പപ്പടം, എനിക്ക് ചെറിയ പപ്പടം അതെന്ന് പറഞ്ഞാൽ അത് പപ്പടം കിട്ടി എന്നുള്ള ആസ്വദിക്കാനല്ല നോക്കുന്നത്, കിട്ടാത്ത പപ്പടത്തെ അല്ലെങ്കിൽ വലിയൊരു പപ്പടം മറ്റൊരാൾക്ക് വിളമ്പിയത് എനിക്കില്ല, കഴിഞ്ഞില്ലേ കാര്യം. ഈ തരത്തിൽ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ അതെല്ലാ സുഖങ്ങളുടെയും നടുവിലും അസ്വസ്ഥമാവും. ചെറുപ്പക്കാരത് തിരിച്ചറിയണം. നാളെ കല്യാണം കഴിച്ച എൻ്റെ ജീവിതം അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ പറയാനേ പറ്റുള്ളൂ. ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കൂ, നിങ്ങൾക്ക് ഓരോ നിമിഷവും മനസ്സിനെ സുഖപ്പെടുത്താം. അപ്പം അതിൻ്റെ വഴികളാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെ ശീലിച്ചാൽ എങ്ങനെയുള്ളൊരു മനസ്സാണ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യുക, അപ്പം അത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കൈവരിക്കാം, ഈ കാര്യങ്ങളാണ് കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പം അതുവരെ എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഹരി ഓം. പ്രണാം. വേദവ്യാസ കവിത